അതേപോലെ ചോദിക്കുന്നതാണ് ഹസ്ബൻഡിൻ്റെ സാലറിയുടെ 25% മെയിൻ്റനൻസ് കിട്ടുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ശരിയാണോ? ഇത് ഞാൻ പറയുന്നത് ലീഗലി ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമമാണ്. ഇതിന് താഴെ വന്നിട്ട് ദയവേത് പുരുഷന്മാരെ എന്നെ തെറി വിളിക്കരുത്. കാരണം ഇന്നത്തെ നിയമമാണ് ഞാൻ പറയുന്നത്. നാണോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് കമൻറ്റ് വരുന്നുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് ആയതാണ്, എനിക്ക് നിയമം പറഞ്ഞേ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ അവയർനെസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും സമൂഹത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിലനിൽക്കുന്ന 2 സംശയങ്ങളാണ് മെയിൻ്റനൻസിനെ കുറിച്ച്. ഒന്ന്, മാഡം എത്ര രൂപ എനിക്ക് മെയിൻ്റനൻസ് കിട്ടും? 10,000 ആണോ, 25,000 ആണോ, 50,000 ആണോ? ഈ ഒരു ചോദ്യവും അതും ഭർത്താവിൻ്റെ സാലറിയുടെ എത്ര % മെയിൻ്റനൻസ് ലഭിക്കുക? ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ ലോ ഇല്ല. അതായത് കോടതിയിൽ വന്നിട്ട് ഒരാൾക്കും ഒരു ഫിക്സഡ് എമൗണ്ട് അല്ല മെയിൻ്റനൻസ് വിധിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇത് പറയാൻ ശ്രമിക്കാനും എനിക്ക് വരുന്ന ചോദ്യങ്ങൾ ഇത് തന്നെയായിരിക്കും. എത്ര രൂപ നമുക്ക് മെയിൻ്റനൻസ് കഴിക്കും? മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ചിലവുകളെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ വരുമാനത്തെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതും നമുക്ക് സെൽഫായിട്ട് ഏൺ ചെയ്യാൻ, നമുക്ക് സെൽഫ് ഏണിംഗ് ഇല്ല, അതായത് സ്വന്തമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള വരുമാനം ഇല്ലെങ്കിലാണ് നമ്മൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ചിലവിന് ചോദിക്കേണ്ടത്. അതും നമുക്കിപ്പോൾ സെൽഫായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വളരെ ചെറിയ തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിന് നല്ല രീതിയിലുള്ള വരുമാനമുണ്ട് എങ്കിൽ അവർക്ക് പറയാം നമ്മൾ ഈ ഇൻകം സഫിഷ്യൻ്റ് അല്ല, അത് കാരണം ഭർത്താവിൽ നിന്ന് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് മെയിൻ്റനൻസ് ചോദിച്ചുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടാം. ഇത് ഞാൻ പറയുന്നത് ലീഗലി ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമമാണ്. ഇതിന് താഴെ വന്നിട്ട് ദയവേത് പുരുഷന്മാരെ എന്നെ തെറി വിളിക്കരുത്. കാരണം ഇന്നത്തെ നിയമമാണ് ഞാൻ പറയുന്നത്. നാണോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് കമൻറ്റ് വരുന്നുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് ആയതാണ്, എനിക്ക് നിയമം പറഞ്ഞേ പറ്റുള്ളൂ. അത് കാരണം നമുക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്ന നിലവിലുള്ള നിയമമാണ്. BNSS 144 പ്രകാരം വന്നിട്ട് മെയിൻ്റനൻസ് കേസ് നമുക്ക് ഫാമിലി കോടതിയിൽ കൊടുക്കാം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം വേണമെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നമുക്ക് മോണിറ്ററി റിലീഫ് ചോദിക്കാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് അല്ല, നമ്മുടെ ചിലവുകളും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനവും അല്ലെങ്കിൽ അവരുടെ ഏർണിംഗ് കപ്പാസിറ്റിയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ മെയിൻ്റനൻസ് ചെയ്യുന്നത്. അതേപോലെ ചോദിക്കുന്നതാണ് ഹസ്ബൻഡിൻ്റെ സാലറിയുടെ 25% മെയിൻ്റനൻസ് കിട്ടുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ശരിയാണോ? ശരിയല്ല. ഒരിക്കലും അങ്ങനെ ഒരു യൂണിവേഴ്സൽ റൈറ്റ് ഇല്ല. ഭർത്താവിൻ്റെ സാലറിയുടെ ഇത്ര % ഭാര്യയ്ക്ക് കൊടുക്കണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ സാലറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ്റനൻസിൻ്റെ കപ്പാസിറ്റി, പിന്നെ അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻസ്, അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയിട്ട് കോടതിക്ക് ഉചിതം എന്ന് തോന്നുന്ന എമൗണ്ടാണ് മെയിൻ്റനൻസ് ആയിട്ട് വിധിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഡൗട്ട് എപ്പോഴും എനിക്ക് ചോദിക്കാറുണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ എത്ര വരെ നമുക്ക് ചോദിക്കാം, എത്ര ചോദിക്കാം എന്നുള്ളത് എനിക്ക് ചോദിക്കാറുണ്ട്. അത് ചോദിക്കണമെങ്കിൽ നമുക്ക് അതൊരു എന്താ പറയുക, സ്വന്തമായിട്ട് വരുമാനം ഇല്ലായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടിൽ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയുമില്ല എന്നെങ്കിൽ മാത്രം ആണ് കോടതി അതൊരു മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അങ്ങനെയല്ല. കുട്ടികൾക്ക് മസ്റ്റായിട്ട്, കുട്ടികൾക്ക് വരുമാനമില്ലല്ലോ, കുട്ടികൾക്ക് എന്താണെങ്കിലും ഫാദറിൽ നിന്നുള്ള മെയിൻ്റനൻസ്, അവരുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ്, ഫുഡ്, ക്ലോത്ത്, അവരുടെ ബാക്കിയുള്ള എല്ലാ മെഡിക്കൽ എക്സ്പെൻസസിനെല്ലാം എത്തിയിട്ട് പിതാവിൽ നിന്ന് നമുക്ക് മെയിൻ്റനൻസ് ചോദിക്കാം. ഞാൻ പറയുന്ന ഭാര്യയുടെ കാര്യമാണ്. ഭാര്യയ്ക്ക് എപ്പോഴും ഇത്ര രൂപ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഒന്നും കോടതി നോക്കുന്നില്ല. കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ പവറാണ്. കോടതിക്ക് വിവേചനപരമായിട്ട് എത്രത്തോളം അനുവദിച്ചു കൊടുക്കാമെന്ന് നോക്കിയിട്ടാണ് മെയിൻ്റനൻസ് അനുവദിക്കുന്നത്.